ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരെ കാണാൻ പോവാണ് കേട്ടോ. ഒരുപാട് നാളായിട്ട് എല്ലാവരെയും കണ്ടിട്ട്. അപ്പൊ അവരെ കാണാൻ വേണ്ടി ഞങ്ങൾ പെട്ടെന്ന് ഒരു പ്ലാൻ ഇട്ടിട്ടാട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി മീറ്റ് ചെയ്യണതെന്ന്. സംഭവം ഇപ്പൊ എങ്ങനെ പറയാ ചോദിച്ചാൽ എനിക്കറിയില്ല. എന്റെ ഫ്രണ്ട്സ് ആണോ വെച്ചാൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലൊക്കെ വളരെ കുറഞ്ഞു പോവും. ശരിക്കും നമ്മുടെ സഹോദരങ്ങൾ പോലെ ഉള്ള കുറച്ച് പേര് തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ 2 വർഷം മുമ്പ് കേട്ടോ ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ചെയ്തിരുന്നു. ഇവിടെ എരുമപ്പെട്ടി ആട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് കിട്ടിയ കുറച്ച് കൂട്ടാട്ടവരൊക്കെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി മീറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനാണ്. അപ്പൊ ഞങ്ങളുടെ ഗാങ്ങിലെ ഒരു ഫെമിത്താത്ത ഉണ്ട് കേട്ടോ. ഫെമിത്താത്ത അതേ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ആളുടെ ഉണ്ണീനെ കാണാം. അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്ന് മീറ്റ് ചെയ്യാലോ എന്നുള്ളൊരു പ്ലാനിലാട്ടോ. അപ്പോൾ അതേ ഉണ്ണിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ രമ്യയുടെ കുട്ടിക്കും അതായിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എരുമപ്പെട്ടി ഇറങ്ങി വർണ്ണയിൽ കയറി ഡ്രസ്സ് എടുക്കട്ടെ ചെയ്തത്. എന്നിട്ട് അവിടുന്ന് നമ്മൾ നേരെ ഓട്ടോ വിളിച്ചിട്ട് ഫെമിത്താത്തയുടെ വീട്ടിലേക്ക് പോയിട്ടോ. അവിടെ എത്തിയപ്പോൾ അവർ നമ്മളതിനെ കാത്തിരിപ്പുണ്ടായിരുന്നു. 2 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ തേജപ്പന് 3 വയസ്സുള്ള സമയത്താട്ടോ അവനെ ഡേ കെയറിലാക്കിയിട്ടായിരുന്നു ഞാൻ ഈ കോഴ്സ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ പോയതായിരുന്നു. പിന്നെ അതേ അവിടെ എത്തി ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ഇത് ഉണ്ണീനെ എടുത്തുട്ടതാണ്. ഇതാണ് കേട്ടോ ഫെമിത്താത്ര 3ാമത്തെ ഉണ്ണിയാണ്. പിന്നെ ഇത് നമ്മുടെ ഗ്രീഷ്മേച്ചി, ഇപ്പുറത്ത് ഇതേ രമ്യ. ഞങ്ങൾ 3 കൂടിയിട്ട് പെട്ടെന്ന് പ്ലാൻ ഇട്ടത് നാളെ നമുക്ക് താത്തറ ഉണ്ണീനെ കാണാൻ പോയാലോ എന്ന്. പിന്നെ ഞായറാഴ്ച ചേച്ചീനെ അങ്ങോട്ട് താത്തേനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകും. അപ്പം അതിന് മുന്നേ കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഉണ്ണി ഉണ്ടല്ലോ മടിയിലിരുത്തി അവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നല്ല രസമായിരുന്നു. കുറേ നേരം എൻ്റെ മടിയിൽ ഇതിങ്ങനെ ഒരു ശല്യം ഇല്ലാണ്ട് ഒതുങ്ങി ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഉണ്ണീനോടെ എടുത്തിട്ട് വട്ട കളഞ്ഞിരുന്ന് വർത്താനം പറയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇത് ലിപ്സ്റ്റിക്ക് കേട്ടോ. ഇവരാരും ലിപ്സ്റ്റിക്ക് അങ്ങനെ യൂസ് ചെയ്യില്ല. പ്രത്യേകിച്ച് ഞാനൊരു എമ്മയൊക്കെ യൂസ് ചെയ്യും. പക്ഷേ ഗ്രീഷ്മേച്ചിയും അതുപോലെ തന്നെ ഫെമിത്താത്തയും ഉണ്ടല്ലോ ലിപ്സ്റ്റിക്കൊന്നും തീരെ കേട്ടോ ഒട്ടും ഉപയോഗിക്കാത്ത ടീമോളാണ്. അപ്പം ഞാനിത് നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഇരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്ക്. ഞാൻ പിന്നെ ലിപ്സ്റ്റിക്ക് കൈ പിടിക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങിയില്ലല്ലോ. അങ്ങനെ അവർക്ക് ഇട്ട് കൊടുത്തിട്ടോ. നല്ല ഭംഗിയുണ്ട്. ഞാൻ എന്നിട്ട് അവരുടെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ ഫേസിൽ ചേഞ്ച് നോക്കുക എന്തൊരു ഭംഗിയാണ് കാണാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർക്ക് അതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുറേ നേരം കേട്ടോ രാവിലെ പോയതായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ശേഷമായിട്ട് തിരിച്ചു പോകുന്നത്. പിന്നെ ഏകദേശം കുറച്ച് സമയമൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. പൊറാട്ടയും മുട്ടക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് ഞങ്ങൾ കഴിച്ചു, ചായ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ പൊറാട്ട കഴിച്ചാൽ പിന്നെ അന്നത്തെ ദിവസം വേറെ ഫുഡ് പോവില്ല. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫെമിത്താത്ത പൊട്ടിച്ചിട്ട് പകുതി കഷ്ണൊക്കെ ഇട്ടെന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇതെല്ലാവരും കൂടി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കുറേ നേരം ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു 11 മണിയോട് കൂടിയിട്ട് തോന്നുന്നു അവിടെ എത്തിയത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് 3 മണിക്ക് കേട്ടോ. അതുവരെ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. കുറേ നേരം സംസാരിച്ച് ഇതെല്ലാവരോടും യാത്ര പറഞ്ഞു ഇത് പോവാൻ നിൽക്കട്ടെ ഞങ്ങൾ. ഇവരെല്ലാവരും ഈ ഒരു ഏരിയയിലുള്ളവർ തന്നെയാട്ടോ. എരുമപ്പെട്ടി കടങ്ങോട് ആ സൈഡുള്ളതാണ്. ഞാൻ മാത്രമാണ് നമ്മുടെ പട്ടാമ്പിക്ക് പോകുന്നത്. ഞാൻ പിന്നെ ആ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്നാട്ടോ പഠിക്കാൻ പോയിടുന്നത്. അതുകൊണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എളുപ്പമല്ലോ. പിന്നെ ഞങ്ങളിങ്ങനെ ഞാൻ മാത്രം അകലെ പോയതുകൊണ്ട് നമ്മളെപ്പോഴും അത് കാണണം എല്ലാവരും കൂടി കൂടണം എന്നൊക്കെ പറയുമെങ്കിലും കൂടിയിട്ട് എനിക്ക് വേറെ ലോങ് ആയ കാരണം അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് എല്ലാവരും കൂടി ഒത്തുകൂടി. എന്തായാലും കുറേ നാൾക്ക് ശേഷം എല്ലാവരും കൂടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.